കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ മൂലം ഹെലികോപ്റ്റർ താഴെ ഇറക്കാനായില്ല. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉപരാഷ്ട്രപതി ഗുരുവായൂരിലെത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക്. ബുധനാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിലും പങ്കെടുക്കുന്നതിനാൽ തുടർച്ചയായി 2 ദിവസം സ്വകാര്യ ബസ് സർവീസ് മുടക്കും. മേലൂരിൽ ഇന്നലെയുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മേഖലയിൽ നശിച്ചത് ഏക്കർ കണക്കിന് കാർഷിക വിളകൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അരനൂറ്റാണ്ടിലേറെ സഭയെ നയിച്ച മാർ അപ്രേം 70ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പാണ് ആർച്ച് ബിഷപ്പ് പദവിയൊഴിഞ്ഞത്. 54 വർഷം ആർച്ച് ബിഷപ്പായിരുന്നു. 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം 28-ാം വയസ്സിലാണ് എപ്പിസ്കോപ്പ ആയത്. അതേ വർഷം തന്നെ മെത്രാപ്പോലീത്തയുമായി. തൃശൂർ CMS സ്കൂളിലും തുടർന്ന് കാൽഡിയൻ സിറിയനിലും പഠിച്ച അദ്ദേഹം സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കി. 1961 ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി. 1965 വൈദിക പട്ടം സ്വീകരിക്കുന്നത്. വിശുദ്ധ ഫലിതങ്ങൾ, ലാഫ് വിത്ത് ദി ബിഷപ്പ് തുടങ്ങിയ ഫലിത പുസ്തകങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒട്ടേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു മാർ അപ്രേം. TCV തൃശൂർ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മാർ അപ്രേമിന്റെ വേർപാട്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് മടങ്ങി. 10:40 കൊച്ചി കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ സംവാദ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ കൊച്ചിയിലെ പരിപാടിക്ക് ശേഷം ധൻഖർ ഗുരുവായൂരിലെത്തും. ഗുരുവായൂരിൽ നിന്നും സുബൈർ ചേരുന്നു. സുബൈർ, ഉപരാഷ്ട്രപതി ഇന്ന് രാവിലെ എത്തേണ്ടതായിരുന്നു ദർശനത്തിന്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഹെലികോപ്റ്റർ മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി ദർശനത്തിന് അദ്ദേഹം വരുമോ? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? പ്രിയങ്ക, പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനത്തിൽ അല്പം മാറ്റം വരുത്തിയിരിക്കുകയാണ്. രാവിലെ 8:40 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ ഉച്ചയ്ക്ക് 1:15 എത്തുക. രാവിലെ ഹെലിപാഡ് വരെ എത്തിയ ഉപരാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ഉച്ചയ്ക്ക് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിക്ക് ശേഷം എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8:40 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നായിരുന്നു മുമ്പ് രാഷ്ട്രപതി അറിയിച്ചിരുന്നത്. ഇതുപ്രകാരം ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ 2 ദിവസമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനും അതുപോലെ തന്നെ വിവാഹം, ചോറൂൺ എന്നീ വഴിപാടുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 8 മുതൽ ശ്രീകൃഷ്ണ കോളേജ് മുതൽ ക്ഷേത്രം വരെ ഗതാഗതവും നിരോധിച്ചിരുന്നു. സ്കൂൾ വാഹനങ്ങൾ ഒഴികെ ഒന്നും തന്നെ കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ പ്രതീക്ഷിച്ച സമയത്ത് കോളേജ് ഗ്രൗണ്ടിന് മുകളിലെത്തിയ ഹെലികോപ്റ്റർ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ലാൻഡ് ചെയ്യാനാകാതെ തിരികെ പോവുകയായിരുന്നു. ശക്തമായ കാറ്റും മഴയും തടസ്സമാണെന്ന വിവരമാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. 800ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ക്ഷേത്ര നഗരിയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഈ പോലീസുകാർ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 12:45 കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതീക്ഷയിൽ ഉപരാഷ്ട്രപതിയെ വരവേൽക്കാനായി ഗുരുഭവനപുരി പൂർണ്ണ സജ്ജരായി കാത്തിരിക്കുകയാണ് പ്രിയങ്ക.
ശരി സുബൈർ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. അദ്ദേഹം വരുന്നതിനുമായുള്ള മറ്റ് സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ സജ്ജമായിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദർശനം നടക്കാതിരുന്നത്. തുടങ്ങിയ വിവരങ്ങളാണ് സുബൈർ നൽകിയത്. നാളെ സ്വകാര്യ ബസ് പണിമുടക്ക്. സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന അശാസ്ത്രീയ നയങ്ങൾ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ബുധനാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിലും പങ്കെടുക്കുന്നതിനാൽ തുടർച്ചയായി 2 ദിവസം സർവീസ് മുടങ്ങും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് ബസ് ഉടമകളുടെ സംയുക്ത സംഘടന പ്രസ്താവിച്ചു. ദീർഘകാലമായി സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. മിന്നൽ ചുഴലിയിൽ മേലൂരിൽ ലക്ഷങ്ങളുടെ നഷ്ടം. കല്ലുകുത്തി, പന്തൽപ്പാടം, മുള്ളൻപാറ, പിണ്ടാണി, പാലപ്പിള്ളി ഭാഗങ്ങളിലാണ് കനത്ത നാശം. 5 മിനിറ്റ് നേരം വീശിയടിച്ച കാറ്റിൽ ഏക്കർ കണക്കിന് കാർഷിക വിളകൾ നശിച്ചു. വർഷങ്ങളായി പല കുടുംബങ്ങളുടെയും ജീവിതോപാധിയായിരുന്ന ജാതി കൃഷിയാണ് കൂടുതൽ നാശം നേരിട്ടത്. 10ഓളം വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി. പിണ്ടാണിയിൽ പയ്യപ്പിള്ളി വർഗീസിന്റെ ഷെഡിന്റെ മേൽക്കൂര പറന്ന് താഴെ വീണു. പറമ്പിലെ ജാതി, തേക്ക് എന്നിവ കടപുഴകി വീണു. ചാതൊലി, ബാബു, പോളി എന്നിവരുടെ 50ഓളം പാകമാവാറായ ഏത്തവാഴ ഒടിഞ്ഞു വീണു. പദപ്പള്ളി രാജന്റെ തൊഴുത്തിൽ മേൽക്കൂരയായി കെട്ടിയിരുന്ന ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. മാനടവൻ ബിജുവിന്റെ വീടിന് മുകളിൽ പ്ലാവ് ഒടിഞ്ഞു വീണു. പാലപ്പിള്ളിയിൽ മേച്ചേരി മാർട്ടിന്റെ വീട്ടിലെ 15 ജാതിമരം കടപുഴകി വീണു. തൊട്ടടുത്ത കൊരട്ടിക്കാരൻ ജോബിയുടെ പറമ്പിലെ 6 ജാതിമരവും നിലം പതിച്ചു. ആളുകളെല്ലാം വീടിനകത്തായിരുന്നതിനാൽ അത്യാഹിതങ്ങൾ ഒഴിവായി. മലപ്പുറം കരുവാക്കുണ്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. തലയ്ക്കും കണ്ണിനും മറ്റും പരിക്കേറ്റ കടുവയ്ക്ക് ഇന്നു മുതൽ ചികിത്സ തുടങ്ങും. സുവോളജിക്കൽ പാർക്കിലെയും വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർമാരുടെയും നേതൃത്വത്തിലാണ് ചികിത്സ നടത്തുന്നത്. ഇന്നലെ രാത്രി എത്തിച്ച കടുവ ക്ഷീണിതനാണെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ പറഞ്ഞു. ഒരാഴ്ചയോളം ഐസൊലേഷൻ കൂട്ടിൽ കടുവയെ നിരീക്ഷിക്കും. പുതിയ കടുവ എത്തിയതോടെ സുവോളജിക്കൽ പാർക്കിലെ കടുവകളുടെ എണ്ണം 5 ആയി. നിലവിൽ 3 പെൺകടുവയും 2 ആൺകടുവയുമാണ് ഉള്ളത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല. എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം തിരുത്തൂർ സ്വദേശി കളത്തിപ്പറമ്പിൽ 62 വയസ്സുള്ള രാജുവിനെയാണ് അപകടത്തിൽ കാണാതായത്. ജൂൺ 29-ന് രാത്രിയിലായിരുന്നു അപകടം. സംഭവം നടന്ന് 7 ദിവസം കഴിഞ്ഞിട്ടും രാജുവിനെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും തീരദേശ പോലീസും മറൈൻ പോലീസും പുഴയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. മഴയും പുഴയിലെ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു. രാജുവിനോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന വിനു നീന്തി രക്ഷപ്പെട്ടിരുന്നു. 1 മാസത്തിനിടയിൽ കോട്ട പുഴയിലുണ്ടായ 2ാമത്തെ വഞ്ചി അപകടമാണിത്. നേരത്തെ മണൽ വഞ്ചി മറിഞ്ഞ് 2 തൊഴിലാളികൾ മരണമടഞ്ഞിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച്. ദേശീയപാതയിലെ തൊഴികളിലെ ദേശീയപാത അതോറിറ്റി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, നിരന്തരമായി ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് പാലിയേക്കര ടോൾ പ്ലാസ. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാവുന്ന മാർച്ച് തന്നെ ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുക, നിർമ്മാണ പ്രവർത്തനത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ ശക്തമായൊരു പ്രതിഷേധത്തിനാണ് വഴിവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സാഹചര്യം എന്താണ് സരീഷ്?
പ്രിയങ്ക ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് LDFന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലിയേക്കര ടൗൺ പ്ലാസയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ പ്രതിഷേധം. മാർച്ച് പതിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് അല്പം മുമ്പാണ് ടൗൺ പ്ലാസയിൽ എത്തിയത്. പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞിരുന്നെങ്കിലും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ടൗൺ പ്ലാസയിലേക്ക് പോലീസിനെയൊക്കെ തട്ടിമാറ്റി നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത്തരത്തിൽ വലിയൊരു സംഘർഷത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ഈ പ്രവർത്തകരെല്ലാം തന്നെ ടോൾ പ്ലാസയിലെത്തുകയും അവിടെയുള്ള ടോൾ ബൂത്തുകളിലെ ബാരിയറുകൾ ഉയർത്തി വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വേറെ സംഘർഷ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ അവർ പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞു. KV അബ്ദുൽ ഖാദറാണ് ജില്ലാ സെക്രട്ടറിയാണ്, CPM ജില്ലാ സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ ഇവരുടെ ആവശ്യം ശോചനീയാവസ്ഥ പരിഹരിച്ച് അതുപോലെ തന്നെ ദേശീയപാതയിൽ തൃശൂർ ജില്ലയിൽ ദേശീയപാതയിൽ നടക്കുന്ന 5 ഇടങ്ങളിലെ അടിപ്പാതകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച് യാത്രാദുരിതം പരിഹരിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് LDFന്റെ നേതൃത്വത്തിൽ നിന്ന് വരുന്നത്. ഇതൊരു സൂചന സമരം മാത്രമാണെന്നാണ് LDF പറയുന്നത്. കാരണം ഇത് ഇത്രയും വേഗം ഈ പണികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളെ വഴി തടയുന്നത് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടോൾ നിർത്തിവെക്കുന്നത്, ടോൾ പ്ലാസ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സമരവുമായി മുന്നോട്ടെത്തുമെന്നാണ് ഇപ്പോൾ LDFന്റെ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചത്. ഇത്തരത്തിൽ ഇവിടെ മാസങ്ങളായി തുടരുന്ന ഒരു ഗതാഗതക്കുരുക്കിന് ഒരു ശമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരേ സമയത്ത് 5 അടിപ്പാതകളുടെ നിർമ്മാണം പലയിടങ്ങളിലായി നടക്കുമ്പോൾ ദേശീയപാത പല സമയങ്ങളിലും സ്തംഭിക്കുന്ന ഒരു അവസ്ഥയാണ്. യാത്രാ ദുരിതം ഏറെയാണ് ഇവിടുത്തെ യാത്രക്കാർ മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് LDF ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. സരീഷ്, ഇതേ തുടർന്ന് അധികൃതർ നടപടികൾക്ക് തയ്യാറാവുന്നില്ലേ? യാതൊരു വിധത്തിലും ഇപ്പോൾ ഒരു മുന്നറിയിപ്പോ ഒന്നുമില്ല. കാരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 5 അടിപ്പാതകളും ഒരേ കമ്പനിയാണ് ഇവിടെ ഈ അടിപ്പാത നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വിരലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രമാണ് ഓരോ അടിപ്പാത നിർമ്മാണത്തിനുമായിട്ടുള്ളത്. അത് മാസങ്ങളായി തുടരുന്നു. ഇപ്പോഴും എന്ന് തീരും എന്നുള്ളൊരു ഒരു മുന്നറിയിപ്പോ അറിയിപ്പോ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഒരുവിധം ഒരു കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ തീരുമെന്ന് പറഞ്ഞപ്പോൾ ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഇപ്പോഴും പകുതിയോളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പേരാമ്പ്ര, മുരിങ്ങൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അടിപ്പാത നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ യാത്രാ ദുരിതം ഏറെയാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടോൾ കൊടുത്ത് വലിയ തോതിലുള്ള ടോൾ കൊടുത്ത് പന്നിയങ്കരയിലും പാലിയേക്കരയിലും ടോൾ കൊടുത്ത് പോകുന്ന ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രികർ ഇത്തരത്തിൽ മണിക്കൂറുകളോളം കാത്തുകിടന്നാണ് ഓരോ സ്ഥലത്തേക്കും എത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വിമാനത്തിലേക്ക് എത്താൻ കഴിയാതെ വിമാനം പുറപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യാത്രക്കാരൻ വിമാനം മിസ്സാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആശുപത്രി കേസുകൾ, നിരവധി ആംബുലൻസുകൾ കടന്നു പോകുന്ന ഈ ദേശീയപാതയിലൂടെ ഓരോ മണിക്കൂറുകൾ ഏകദേശം ഒരു മണിക്കൂറോളൊക്കെ കടന്ന് ഈ വാഹനങ്ങൾ ആശുപത്രിയിൽ രോഗികളുമായി എത്താനായിട്ട് ഇവർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നടക്കുന്ന ഈ ദേശീയപാതയിൽ ഇതേ രീതിയിൽ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ കരാർ കമ്പനിയും ഇപ്പോൾ ഈ അടിപ്പാത നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മഴ പെയ്ത് ശക്തമായതോടെ ദേശീയപാതയിൽ പലയിടത്തും സ്ത്രീകൾ രൂപപ്പെട്ട അപകടങ്ങൾ ഇടയാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അതുപോലും ഒരു അറ്റകുറ്റപ്പണി നടത്തുന്നത് പോലും ദേശീയപാത അതോറിറ്റിയുടെ ടോൾ കമ്പനിയോ കരാർ കമ്പനിയോ ഒന്നും തയ്യാറാവുന്നില്ല എന്നാണ് ഇപ്പൊ നമുക്ക് മൊത്തം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെല്ലാം പ്രതിഷേധവുമായി ടോൾ പ്ലാസയിലേക്ക് എത്താൻ സാധ്യതയേറെയാണ് ചെയ്യുക. ശരി സരീഷ്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്തേക്ക് പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങിയ വിവരങ്ങളാണ് സരീഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ സുംബ ഡാൻസ് അവതരിപ്പിച്ചു. സുംബയ്ക്കെല്ലാ കുഴപ്പം കാണുന്ന കണ്ണുകൾക്കാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് സുംബ അവതരിപ്പിച്ചത്. ബാലസംഘം ജില്ലാ കൺവീനറും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കോർഡിനേറ്റർ MK ശ്രീജ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, KM അഷ്റഫ്,
PC അബാൽമണി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മാർത്തോമാ സ്ലീഹായുടെ ദുക്രാന പെരുന്നാളിനോടനുബന്ധിച്ച് പട്ടിക്കാട് 3 ദിവസങ്ങളിലായി നടത്തിവന്ന ആഘോഷങ്ങൾക്ക് മാർത്തോമാ സ്ലീഹ വിശ്വാസജ്വാല പ്രയാണത്തോടെ സമാപിച്ചു. വിശുദ്ധ കുർബാന റവറന്റ് സിറിൽ ആന്റണി കശീശ, റവറന്റ് തിമോത്തിയോസ് ജോയ് കശീശ എന്നിവർ അർപ്പിച്ചു. ഡോക്ടർ മാർ യോഹന്നാൻ ജോസഫ് എപ്പിസ്കോപ്പ മാർത്തോമാ സ്ലീഹ വിശ്വാസജ്വാലയ്ക്ക് തീ പകർന്നു. വികാരി സിറിൽ ആന്റണി, റൂണോ വർഗീസ് തിമോത്തിയോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കടമ്പോട് ആനന്ദകലാ സമിതി വായനശാലയിലെ വായനാ പക്ഷാചരണം സമാപിച്ചു. കേരള ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം EH സഹീർ, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മറ്റു അനുഭവപ്പെട്ട കുട്ടികളെ ഇല്ല അല്ലേ? ഒട്ടനവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ഈ ശേഷമാണ് നമ്മൾ വീണ്ടും കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മാർ അപ്രേമിന്റെ വേർപാട്. കൂടുതൽ വിവരങ്ങളുമായി തത്സമയം അഭിജിത്ത് ചേരുന്നു. മാറുന്നു. ഒപ്പം തന്നെ ഇടക്കാലത്ത് ഏറെക്കാലം സഭാധ്യക്ഷനായി തുടരുന്ന മെത്രാപ്പൊലീത്ത ഇടക്കാലത്ത് സഭയുടെ ആഗോള താൽക്കാലിക തലവനായും ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം മറ്റൊരു മെത്രാപ്പൊലീത്തയുടെ യോഗത്തിന് ശേഷം അദ്ദേഹമായിരുന്നു ചുമതല വഹിച്ചത്. പിന്നെ പ്രായത്തിന്റെ ആധിക്യം മൂലം പുതിയ മെത്രാപ്പൊലീത്ത അവരോധിക്കപ്പെട്ടതിന് ശേഷമാണ് ആ താൽക്കാലിക ചുമതലയിൽ നിന്ന് മാറിയിരുന്നാലും ഏറെ നാളായി വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ഇവിടെ മാർ പ്രേം മെത്രാപ്പൊലീത്ത വിശ്രമത്തിലായിരുന്നു. ഒപ്പം തന്നെ 1 മാസത്തോളമായി അദ്ദേഹം തൃശ്ശൂരിലെ സൺ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിരുന്നു. നിലവിലെ സഭാധ്യക്ഷൻ വിശ്വാസികളോടായി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണമെന്ന്. കാരണം അതിൽ നിന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നുള്ളത് അറിയാമായിരുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഇപ്പോൾ നിരവധിയാർന്ന ആളുകൾ അദ്ദേഹത്തിന് അനുശോചനവും മറ്റുമായി ആശുപത്രികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരമുള്ളത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ്. നേരത്തെ സണ്ണാശുപത്രിയിൽ നിന്നും ICUവിൽ കിടക്കയിൽ തന്നെ അദ്ദേഹം ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ICU കിടക്കയിൽ സാധാരണ ഡയാലിസിസിന് വിധേയമാക്കാറില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ICU കിടക്കയിൽ തന്നെ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഇന്ന് രാവിലെയോടുകൂടിയാണ് വിയോഗം നടക്കുന്നത്. ഒപ്പം ഇപ്പോൾ അവിടെ നിന്നും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സഭയുടെ തീരുമാനപ്രകാരമായിരിക്കും സംസ്ഥാന ശുശ്രൂഷകളും ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകളെ പറ്റിയും ഒക്കെ അന്തിമമായിട്ടുള്ള സമയക്രമങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിൽ
മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിയോഗം നടക്കുന്നത്. ഒപ്പം ഇപ്പോൾ അവിടെ നിന്നും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സഭയുടെ തീരുമാനപ്രകാരമായിരിക്കും സംസ്കാര ശുശ്രൂഷകളും ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകളെ പറ്റിയുമൊക്കെ അന്തിമമായിട്ടുള്ള സമയക്രമങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്യുന്നതിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ ഉള്ളത്. എംബാമിന് ശേഷം മൃതദേഹം സഭാ ആസ്ഥാനത്തേക്ക് തൃശ്ശൂർ ശക്തൻ നഗറിലുള്ള സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പൊതുദർശനവും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുക. ഇതെല്ലാം തന്നെ സഭാ അധ്യക്ഷൻ്റെയും മറ്റും ഒക്കെ മേൽനോട്ടത്തിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ അറിയിപ്പ് ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ്. പ്രത്യേകിച്ച് നിരവധിയാർന്ന മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പ്രകടമായിരുന്നു. സാഹിത്യ മേഖലയിലടക്കം നമുക്കറിയാം 70ഓളം സാഹിത്യ രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡോക്ടറേറ്റ് അടക്കം 2 ഡോക്ടറേറ്റുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭാ മക്കളെ ഒരുമിച്ച് കൊണ്ടുപോകാനും മറ്റ് സഭകളുമായി ഐക്യം പുലർത്തിക്കൊണ്ട് അതായത് സഭയുടെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന നല്ലൊരു ഇടയനായിരുന്നു മാർ അപ്രയം എന്ന് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റ് സമാനതയില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. സാഹിത്യ മേഖലയിലായാലും ഒപ്പം തന്നെ പ്രഭാഷണ രംഗത്തായാലും ഈ ഏറെ നാളായി അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും സഭയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും പല പൊതുപരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്നേരവും ശാരീരിക അവശതകൾ മറന്നുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള പരിപാടികളിൽ പങ്കെടുത്ത് ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സംഭാഷണവും സഭാ ഐക്യം വെളിവാക്കുന്ന സംഭാഷണങ്ങളും ഒക്കെ നടത്തി അദ്ദേഹം ജനഹൃദയങ്ങളിൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ മൊത്തത്തിൽ സംബന്ധിച്ച് ഇതൊരു വലിയ തീരാ നഷ്ടം നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ മാത്രമായിരിക്കും ഇത് എന്നാണ് ഇതിൻ്റെ സംസ്കാരം ഏത് വിധത്തിലാണ് ഇറാഖിൽ ഉള്ള സഭാ അധ്യക്ഷൻ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുകയുള്ളൂ. പ്രിയങ്ക. ശരി അഭിജിത്ത്. കൽധായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മാർ അപ്രേമിന്റെ വേർപാട് നടന്നത്. നിലവിൽ മൃതദേഹമുള്ളത് ജൂബിലി മിഷൻ ആശുപത്രിയിലാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വേർപാടിൽ ഖേദമറിയിക്കുന്നു. തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇൻസ്റ്റലേഷൻ സെറിമണിക്ക് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗവർണർ സുരേഷ് വാര്യർ നേതൃത്വം നൽകി. പുതിയ പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത്, സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, ട്രഷറർ KL ഷിബു തുടങ്ങിയവരാണ് ചുമതലയേറ്റത്. KD ജോണി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂരിൽ നടന്ന കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന ട്രഷറർ ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസി അഹമ്മദ് മുല്ലയെ ചടങ്ങിൽ ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ഹൃദ്രോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേബ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ ബെന്നി ഐപ്പംപറമ്പിൽ, ആശാ വർക്കർമാർ സുജാത ശശി, നിത്യ ബിജു, G വാസന്തി, സൗമ്യ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി.
ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എരുമപ്പെട്ടി പഞ്ചായത്ത് യൂണിറ്റ് രൂപീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മൊയ്ത്തുണ്ണി കോട്ടയിൽ അധ്യക്ഷനായി. യൂണിറ്റ് ഭാരവാഹികളായ PK അബ്ദുൽ മുത്തലീബ് സെക്രട്ടറിയായി. ഡെന്നി ചുങ്കത്ത്, MP കുര്യാക്കോസ്, KA ഹരീദലി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി വലപ്പാട് ബീച്ച് അത്താണി ശ്രീനാരായണ ലൈബ്രറിയുടെയും ശ്രീനാരായണ ക്ലബിന്റെയും നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി. AK മൊയ്തീൻ, ക്ലബ് പ്രസിഡന്റ് സജിത് ലാൽ, കച്ചിലം, ഷീജ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നല്ല എഴുത്തുകാരും വായനക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ SSLC USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ B മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CR റീമ, PTA പ്രസിഡന്റ് KA റാഫി, വാർഡ് അംഗം ഷീമ ആന്റണി, പ്രിൻസിപ്പാൾ KA ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സത്യൻ K അധ്യക്ഷത വഹിച്ചു. മുൻ MLA അനിൽ അക്കര, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, മണ്ഡലം പ്രസിഡന്റ് രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികൾക്കും അവാർഡ് ഏറ്റുവാങ്ങിയ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥി ആദിൽ BS. തൃശൂർ കുരിയച്ചിറ യൂണിറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി നടത്തി. വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നേരത്തെ കോർപ്പറേഷനിൽ പരാതി നൽകിയിരുന്നു. ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം റാഫേൽ ടോണി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ, വൈസ് പ്രസിഡന്റ് ജോളി ജോൺ എന്നിവർ സംസാരിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. MS സിദ്ധൻ അധ്യക്ഷനായി. S ബസന്തലാൽ, KB പ്രദീപ് കുമാർ, റീന കരുൺ, NK പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അജിത് കുമാർ, TR രാജൻ, PA ഉണ്ണികൃഷ്ണൻ, K വിനോദ്, P മദനൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പൊതുയോഗം ഡോക്ടർ KD ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക കാർഷിക സൊസൈറ്റികളെ പ്രതിസന്ധിയിലാക്കുകയും നമ്മളിവിടെ 31ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് 2 ഇപ്പോൾ കിട്ടിയ വാർത്ത. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. ചാവക്കാട് ആശുപത്രി റോഡിൽ കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ പാടത്ത് ഇന്ന് രാവിലെ 7-നായിരുന്നു അപകടം. ഓട്ടോറിക്ഷ തെന്നി പാടത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. പ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ്മാർ അപ്രേം കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ യാത്ര തടസ്സപ്പെട്ടു. കനത്ത മഴ മൂലം ഹെലികോപ്റ്റർ താഴെ ഇറക്കാനായില്ല. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉപരാഷ്ട്രപതി ഗുരുവായൂരിലെത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക്. ബുധനാഴ്ച നടക്കുന്ന പണിമുടക്കിലും പങ്കെടുക്കുന്നതിനാൽ തുടർച്ചയായി 2 ദിവസം സ്വകാര്യ ബസ് സർവീസ് മുടങ്ങും. മേലൂരിൽ ഇന്നലെയുണ്ടായ മിന്നൽ ചുഴലിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മേഖലയിൽ നശിച്ചത് ഏക്കർ കണക്കിന് കാർഷിക വിളകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.